സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന് നാരായണീയത്തിൽ 57-ാമത്തെ ദശകം പ്രലംബാസുരവധം വർണ്ണിച്ചു. അവിടെ കൽപ്പിത വിജേതൃവഹനെ ജയിച്ചവരെ തോറ്റവർ എടുത്ത് നടക്കണം. ഇതാണ് കളിയുടെ നിയമം. ഭഗവാനെ എതിർവശത്ത് വരരുത് എന്ന് വിചാരിച്ച് ഭഗവാന്റെ ടീമിൽ കൂടി. എന്നാൽ ഭഗവാൻ കൊല്ലില്ലല്ലോ, എതിർഭാഗത്തുള്ളവരെ കൊല്ലുള്ളൂ. പക്ഷെ ഒരു കാര്യം മറന്നു. അവിടെ ബലരാമൻ എതിർകക്ഷിയില്ല, ഏട്ടനും അനിയനും എതിർകക്ഷിയില്ല. അപ്പോൾ ബലരാമനെ പ്രലംബനെ വധിക്കാൻ ബലരാമനാണ് വധിക്കണത്. ഏവം ബകുഷവിഭൂമൻ ബഹലേഷു വകൽസു വാക്യമാനേഷു രാമവിചിത പ്രലംബോ ജകാരതം ദൂരതോ ഭവത്പീത്യ. ഏവം ബകുഷു ബാലേഷു, ധാരാളം കുട്ടികളുണ്ടല്ലോ, അവർ വഹൽസു വാഹ്യമാനേഷു, ചിലർ വഹിച്ചു, ചിലർ വഹിക്കപ്പെട്ടു. ജയിച്ചവരെ എടുത്തു നടക്കണം. പലരും തോറ്റു, പലരും ജയിച്ചു. തോറ്റവരെടുത്ത് നടന്നു. അങ്ങനെ ഇരിക്കെ പ്രലംബൻ രാമവിജിത ബലഭദ്രനാൽ തോൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ബലരാമനെ എടുത്ത് നടക്കണം. ഇത് തന്നെ തഞ്ചം എന്ന് വിചാരിച്ച് കുറച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് രാമനെ കൊല്ലാം. കൃഷ്ണനെ കൊല്ലാൻ പറ്റിയില്ല, ചില ഏട്ടനെങ്കിലും കൊല്ലാലോ, അനിയനെ കൊല്ലാൻ പറ്റിയില്ല എന്ന വിചാരത്തോടു കൂടി രാമവിജിത, രാമനാൽ ജയിക്കപ്പെട്ട രാമനെ എടുത്ത് നടക്കണം. വിഭൂമൻ ഭവത് ഭീത്യാതം ദൂരത ജഹാര, കൃഷ്ണനെ മുമ്പാകെ കൊല്ലി വയ്യല്ലോ, കൃഷ്ണൻ കാണും, ഏട്ടപ്പെടും. ഇപ്പം എന്ത് വിചാരിച്ചു, കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോവാ, കൃഷ്ണനിൽ നിന്ന് അങ്ങോട്ട് അകറ്റി. ഭവത് ഭീത്യാ തം ദൂരത ജഹാര, ഭഗവാനെ അങ്ങേ പേടിച്ച് ആ രാമനെ ജയിച്ച രാമനാണ്, രാമനെ ഏറ്റണം. കുറച്ചങ്ങനെ ദൂരത്തേക്ക് കൊണ്ടുപോയി. ഏവം ബകുഷു വിഭൂമൻ ബാലേഷു ബഹൽസു വാക്യമാനേഷു രാമവിജിത പ്രലംബോ, രാമനാൽ വിജയിക്കപ്പെട്ട പ്രലംബനാണ് തോറ്റത്, രാമനാണ് ജയിച്ചത്, രാമനാൽ വിജയിക്കപ്പെട്ട. ജഹാര തം ദൂരതോ ഭവത് ഭീത്യ, അങ്ങേ പേടിച്ച് രാമനെ തോളെടുത്തുകൊണ്ട് ദൂരത്തേക്ക് പോയി പ്രലംബാസുരൻ. ദൂരം ഗമയന്തം തം ദൃഷ്ട്വാ അലിനി വിഗിതഗിരിമഭരേ ദൈത്യസ്വരൂപമാകാത്യത്രൂവാ സഖിബലോപി ചകിതോഭൂത്. തത് തം ത്വദ്ദൂരം ഗമയന്തം, വളരെയേറെ ദൂരത്തേക്ക് വഹിച്ചു കൊണ്ടുപോയി. ദൂരത്തെത്തി, കുറേ അപ്പുറത്തേക്ക് എത്തി. ഹലിനി വിഹിത ഗരിം അപരേ, ബലഭദ്രൻ തൻ്റെ ഉടലിന് കനം കൂട്ടി. കാരണം അവന് ബലഭദ്രന് മനസ്സിലായി ഇവൻ അസുരനാണ്, എന്നാൽ തന്നെ ഒന്ന് എടുക്കട്ടെ, നോക്കാലോ, കാണണല്ലോ എന്ന് കരുതി തൻ്റെ കനം ഹണിമ മഹിമ ലഹിമ ഗരിമ സിദ്ധീൻ്റെ അവർക്കൊക്കെ കനം കൂട്ടാനും കുറയ്ക്കാനും ഒന്നും ഒരു പ്രയാസമില്ല. തൻ്റെ കനാണ് കൂട്ടിയപ്പോൾ അവന് ക്ഷീണിക്കാൻ തുടങ്ങി. ഏറ്റണേനൊരു പരിധിയുണ്ടല്ലോ. ഹലിനി വിഹിത ഗരിം അപരേ, ഹലിനി ബലരാമൻ, ഹലം കയ്യിൽ ധരിച്ചവൻ ഹലൻ ഹലായുധൻ, തൻ്റെ കനം കൂട്ടി. അപ്പോൾ ദൈത്യസ്വരൂപമാകാൻ, അസുരൻ അവൻ്റെ സ്വരൂപം എടുത്തു. ചെറിയ സ്വരൂപം കൊണ്ട് ബലരാമനെ വഹിക്കാൻ പറ്റും. ഈ ലോകങ്ങളെ മുഴുവൻ ഏറ്റി നിൽക്കുന്ന ആളാണ് ബലരാമൻ. ചില്ലറ ശക്തനാണോ? ലോകം തൻ്റെ തലയിലാണ് നിൽക്കണേ. സംകർഷണൻ എന്ന് പറഞ്ഞാൽ അനന്തമൂർത്തി അതിൻ്റെ മുകളിലാത്രേ 14 ലോകം നിൽക്കണം. ഒരു കിൻഡച്ചാക്ക ഏറ്റണ പോലെയൊന്നുമല്ല. അപ്പോഴേക്കന്നെ നമുക്ക് ഏറ്റവും വലിയ ഏറ്റണകാരനായി. അയാളെ കിൻഡലേറ്റിത്രേ, ഒരു കിൻഡലേ.
ഇയാൾ ലോകം മുഴുവനേറ്റും ബലരാമൻ. ദൈത്യസ്വരൂപമാകാൻ തൻ്റെ സ്വരൂപമാണ് കാണിച്ചു. അപ്പോൾ ബലരാമനും കൂടി ഇത് വേണ്ടായി എന്ന് അവിടെ പറയണം. യദ്രൂപാത് സ ബലഹ അഭിശകിത. ആ ബലൻ പോലും അത്ഭുതപ്പെട്ടു. ഇത്ര വലിയൊരു സ്വരൂപോ ഒരു അസുരന്. ദൈത്യസ്വരൂപമാകാത്, ദൈത്യൻ തൻ്റെ സ്വരൂപം കാണിച്ചു. യദ്രൂപാത് സഹി ബലോപി ചകിതോഭൂത്, സ ബലോപി ചകിതോഭൂത്. ആ ബലരാമൻ പോലും അത്ഭുതപ്പെട്ടു. ഉച്ചതയാ ദൈത്യതനോത്വമുഖമാലോക്യ ദൂരതോ രാമ വിഗതഭയോ ദൃഢമുട്ട്യ വൃഷദുഷ്ടം സപതി പിഷ്ടവാനേനം. ദൈത്യതനോ ഉച്ചതയ, അസുരൻ്റെ ഉടൽ ശരീരം ഉയരം കൂടിയതായിരുന്നതിനാൽ രാമ ദൂരത ത്വന്മുഖം ആലോക്യ, വളരെ ഉയരത്തിൽ തോളാണ് ഇരിക്കണത്. ഉയരം കൂടിയപ്പോൾ ബലരാമന് ദൂരത്തേക്ക് കാണാൻ സൗകര്യമായി. കാണരുത് വിചാരിച്ചിട്ടാണ് ദൂരത്തേക്ക് കൊണ്ടുപോയത്. ദുഷ്ടന്മാർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ വിനയവണത് അവരറിയണില്ല. അതാ അപ്പോൾ വലുതായിട്ട് ദൂരത്തേക്ക് കൊണ്ടുപോയിട്ട് എന്താ കാര്യം? അവിടുന്ന് നോക്കിയാൽ കൃഷ്ണനെ കാണും, കൃഷ്ണ തിരിച്ചും കണ്ടൂടെ? അത് ഓർത്തില്ല. ഈ ദുഷ്ടന്മാർക്ക് കുറേശ്ശെ വിഡ്ഢിത്തം ഉണ്ടാവുന്നു. ഈ ദുഷ്ടത്തരവും വിഡ്ഢിത്തരവും കൂടിയ വലിയ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒന്നാച്ച കഴിച്ചു വിട്ടാന്നാ ചിലർ പറയും. വിഡ്ഢിയാണെങ്കിലും കഴിച്ചു വിട്ടാൽ ദുഷ്ടനാണെങ്കിലും കഴിച്ചു വിട്ടാൽ, അത് രണ്ടും കൂടിയുണ്ടല്ലോ, മഹാബദ്ധാത്രേ. അതപ്പോൾ അവിടെ ഉണ്ടായതേ. ദൂരത്തുനിന്ന് കൃഷ്ണനെ കണ്ടു, കൃഷ്ണനോ രാമനെയും കണ്ടു. രാമനെ ആകാശത്തേക്ക് മുട്ടത്തൊക്കെ വിതാണ്ട് ഉയരുകയാണ്. കൃഷ്ണനെ കണ്ടു, കൃഷ്ണൻ്റെ ഏട്ടനെയും കണ്ടു, ഏട്ടനെ അനിയനെയും കണ്ടു. രാമ ദൂരത ത്വന്മുഖമാലോക്യ, അങ്ങയുടെ മുഖം അങ്ങനെ കണ്ട് വൃഷദുഷ്ടമേനം, ദുഷ്ടനായിട്ടുള്ള ഇവനെ ദൃഢമുഷ്ടിയ പിഷ്ടവാൻ, നല്ല ഉരുക്ക് മുഷ്ടിയുള്ള രാമൻ ഉണ്ടല്ലോ, ഇടി കൊടുക്കാൻ തുടങ്ങി. ഇടി കൊണ്ട് പ്രലംബാസുരനായിട്ട് വധിക്കപ്പെടുകയാണ്. രാമൻ്റെ ഇടി കിട്ടിയാൽ പിന്നെ ഉണ്ടോ ബാക്കി? ഉച്ചതയാ ദൈത്യതനോസ്ത്വന്മുഖമാലോക്യ, ആകാശത്തേക്ക് ഉയർന്ന പ്രലംബൻ കൃഷ്ണ അങ്ങയുടെ മുഖം കണ്ട് പേടിയില്ലാണ്ടായി. ഭഗവാൻ അവിടെ ഉണ്ടല്ലോ, ഞാൻ എന്തിനാ പേടിക്കണം? വിഗത ഭയവും പേടിയൊക്കെ കുറച്ചേ ഉള്ളൂ. ദൃഢമുഷ്ടിയ, തൻ്റെ ദൃഢമായ മുഷ്ടിയാൽ വൃഷദുഷ്ടം സപതി പിഷ്ടവാനേനം, നല്ല ഇടി, കണക്കിന് ടൺ കണക്കിന് വെയിറ്റുള്ള ഇടി ആ പ്രലംബാസുരനെ കൊട്ടുത്തു. പിന്നെ താമസമൊന്നും ഉണ്ടായില്ല, കാലപുരിക്ക് പോവാൻ. ടിക്കറ്റ് എടുക്കാതെ പോവാറായി. ഹത്വാ ദാനവവീരം പ്രാപ്തം ബലമാലിലിംഗിത പ്രേമണ, അസുരനെ കൊന്നപ്പോൾ ഏട്ടനും അനിയനെ ആലിംഗനം ചെയ്തു. ഹത്വാ ദാനവവീരം, ദാനവവീരനായ പ്രലംബനെ വധിച്ച് ഏട്ടൻ്റെ അടുത്തേക്ക്, അനിയൻ്റെ അടുത്തേക്ക് ഓടി വന്നു ഏട്ടൻ. രണ്ടാൾ ആലിംഗനം ചെയ്തു. പ്രാപ്തം ബലം ആലിലിംഗിത പ്രേംണ, ബലരാമനെ സ്നേഹത്തോടു കൂടിയിട്ട് ആ കൃഷ്ണൻ ആലിംഗനം ചെയ്തു. താവൻ മിളതോർ ഉവയോ ശിരതി കൃത പുഷ്പവൃഷ്ടിരമരഗണൈ, മുകളിൽ നിന്നാവട്ടെ ദേവന്മാർ അമരഗണം പുഷ്പവൃഷ്ടി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു അസുരനെയും കൂടി ഏട്ടനും അനിയനും കൂടി ശരിയാക്കി എന്നർത്ഥം. ഇനി പ്രാർത്ഥനയാണ്. അടുത്ത ശ്ലോകം മുഴുവൻ പ്രാർത്ഥനയാണ്. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ കാലം വിഹായ സത്യോലോലംബരുചേ ഹരേ ഹരേ ക്ലേശാൻ. ആലംബം, പ്രാലംബം, കാലം, ലോലം, ദ്വിതീയ അക്ഷരപ്രാസം. രണ്ടാമത്തെ അക്ഷരമൊക്കെ അമ്പ. ഔചിത്യത്തോട് കൂടിയിട്ട് പ്രയോഗിച്ചിക്കണം. നോക്കുക. ലോലംബരുചേ, ലോലംബം കരിവണ്ട്, കരിവണ്ടിൻ്റെ കാന്തിയുള്ള കൃഷ്ണ, സർവേശ്വര ഭഗവാനെ, വിഷ്ണു ഭഗവാനെ. നീല നിറാണല്ലോ. അങ്ങ് എന്താണ് ശരിക്കും പറയാച്ചാൽ? ആലംബോ ഭുവനാനാം, ഈ ലോകങ്ങൾക്ക് മുഴുവൻ ആശ്രയമാണ്. ആരാ അങ്ങേ വിളിക്കാത്തത്? എല്ലാവരും കൃഷ്ണ നാരായണ ഗുരുവായൂരെന്ന് പോയി നോക്കണം. എത്ര ആൾക്കാരുള്ളതല്ലേ? തിരുപ്പതിയും ഗുരുവായൂരൊക്കെ ഉള്ള ആളുകളുടെ കണക്കെടുക്കാൻ പറ്റുമോ? കണക്കെടുക്കാൻ പുറപ്പെട്ടാൽ അവർ പെട്ടൂല്ലേ? അത്ര നാനാഭാഗത്തു നിന്നാണ് വരണം. കേരളമല്ല, ഇന്ത്യയല്ല,
ലോകത്തിന് എന്തൊക്കെ പുറത്തുനിന്നും കൂടി വരുന്നു. അതാണ് ആലംബോ ഭുവനാനാം. ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർക്ക് ആശ്രയം ഗുരുവായൂരപ്പനാത്രേ. ചിലപ്പോഴേ വിശ്വാസമുള്ളവർക്കേ ആലംബോ ഭുവനാനാം ഏവം. എല്ലാവർക്കും പണ്ഡിതനും പാമരനും ധനികനും ശക്തനും അശക്തനും ഒക്കെ കൃഷ്ണാന്ന് വിളിച്ചാൽ അവരെ കാത്ത് രക്ഷിക്കുന്നതായിട്ടുള്ള ഭഗവാനെ ആലംബോ ഭുവനാനാം. അങ്ങ് എന്ത് ചെയ്തു? പ്രാലംബം നിധനമാരശയൻ. പ്രലംബനെ വധിച്ചു. അത് നീട്ടി പറയുമ്പോൾ പ്രാലംബം എന്ന് പ്രയോഗത്തിൽ വരുമ്പോൾ അങ്ങനെ വരികയാണ്. പ്രലംബനെ കൊന്നു. പ്രലംബൻ എന്നാണ് അർസുരൻ്റെ പേര്. പ്രാലംബം പ്രലംബനെ എന്ന് പറയുമ്പോൾ ആ പ്രയോഗം നീട്ടി. പ്രാലംബം നിധനം ഏവം ആചരയൻ. പ്രകാരം പ്രലംബവധം ചെയ്തു. അങ്ങനെയുള്ള അങ്ങ് കാലംബിഹായ വഴുകാതെ എന്നെ രക്ഷിക്കണേ. സദ്യോ വേഗം. കാലം കളയാതെ എനിക്ക് അനുഭവിച്ച് മതിയായി ഭഗവാനെ. വേദന സഹിച്ചിട്ട് ഓരോ രോഗം വരുമ്പോൾ അവരവർക്ക് അതന്നെയാണ് വലുതല്ലേ. കിഡ്നി പോയവരോട് ചോദിച്ചോക്കും അതന്നെയാണ് വലുത്. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അതന്നെയാണ് വലുത്. വാതരോഗമുള്ളവർക്ക് അതന്നെയാണ് വലുത്. ഏത് രോഗം വന്നാലും കഷ്ടമാണ്. അതാണ് കാലംബികായ കാലം കളയാതെ കണ്ട് എനിക്ക് വയ്യ കാത്തിരിക്കാൻ സർവേശ്വര രക്ഷിക്കണേ. ലോലംബരുഷേ കരിവണ്ടിൻ കാന്തിയുള്ള കൃഷ്ണ ഹരേ ഹരേ ക്ലേശാൻ. ക്ലേശത്തെ ഹരിച്ചാലും ഹരേ എന്ന് സംബോധന വിളിക്കുകയാണ്. ആലംബോ ഭുവനാനാം. ലോകങ്ങൾക്ക് ആലംബം ആശ്രയമായ ആ പ്രാലംബം നിധനമേ പ്രലംബനെ വധിച്ചിട്ട് കാലം വിഹായ കാലം കളയാതെ ലോലംബരുജെ കരിവണ്ടിൻ കാന്തിയുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ. പലരെയും വഹിക്കപ്പെട്ടു. ആ ഏവം ബകുഷ വിഭൂമൻ ബാലേഷു വഹൽസു ആഹ്യമാൻ. ബാലം കുട്ടികളാൽ വഹിക്കപ്പെട്ടും വഹിച്ചിട്ടും രാമവിചിത പ്രലംബോ ജഹാരതം ദൂരതോ ഭവത്. ദൂരയ്ക്ക് കൊണ്ടുപോയി. ത്വദ്ദൂരംഗമയന്തം തം ദൃഷ്ടാഹലിനിപീതകരിമഭരേ. കനം കൂട്ടി ബലരാമൻ. തന്നെ എടുത്തതല്ല, എന്നാൽ എടുത്തിട്ട് മതിയാവട്ടെ. ദൈത്യസ്വരൂപമാകാർ. സ്വരൂപം കാണിച്ചു. യത് രൂപാർ സഖിബലോപി ശകിതോ പോൽ. അത്ഭുതപ്പെട്ടു. ഉച്ചതയാ ദൈത്യതനോ തൊന്മുഖമാലോക്യ ദൂരതോ രാമ വിഗതഭയോ. കൃഷ്ണനെ കണ്ടു ദൂരത്തുനിന്ന്. തീർത്തളയേട്ടാ നീ തമാന്തിക്കേണ്ടെന്ന് ആംഗ്യം കാണിച്ചു എന്നൊക്കെ ചിലർ പറയും. അവൻ്റെ കഥ കഴിച്ചളെ വെച്ചേക്കണ്ട. വിഗതഭയോ. പേടിയൊക്കെ പോയി കൃഷ്ണനുണ്ടെന്ന് കണ്ടപ്പോഴേ. വിഗതഭയോ ദൃഢമുഷ്ട്യ വൃഷദുഷ്ടം സപതി പിഷ്ടവാനേനം. കനത്ത ഇടി അങ്ങോട്ട് കൊട്ടത്തില്ലേ. അവൻ്റെ കഥയും കഴിഞ്ഞു. ഹത്വാദാനവീരം പ്രാപ്തം ബലമാലിലിംഘിത പ്രേംണായട്ടനുവനീനും ആലിംഗനം ചെയ്തു. താവൻ മിളതോർ ഇവയോ ശിരസി കൃത പുഷ്പവൃഷ്ടിരമരഗണൈ. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ. ലോകത്തിനൊക്കെ ആശയമായിട്ടുള്ള അങ്ങ് പ്രലംബനെ വധിച്ചു. കാലം കളയാതെ കരിവണ്ടിൻ കാന്തിയുള്ള കൃഷ്ണ എന്നെ രക്ഷിക്കണേ. നല്ലൊരു ശ്ലോകമാണ്. ആലംബോ ഭുവനാനാം പ്രാലംബം നിധനമേവമാരചയൻ. കാലം വിഹായ സത്യോലോലം ബരുജേ ഹരേ ഹരേ ക്ലേശാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.